ഇവിടെ എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ വേട്ടയാടുന്നത്? ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും വലിയ തീവെട്ടിക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന കരിമണൽ കർത്ത, ആ കരിമണൽ കർത്ത എന്ന് പറയുന്ന ആളും തമിഴ്നാട്ടിലുള്ള ഗോകുലം ഗോപാലനും, ഈ ഗോകുലം ഗോപാലനും കരിമണൽ കർത്തയും എന്തുകൊണ്ടാണ് ഒരുമിച്ചിരിക്കുന്നത്? ശോഭാ സുരേന്ദ്രനെ പണം തന്ന് എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രൻ കരിമണൽ കർത്തയ്ക്കെതിരെ നടത്തുന്ന പ്രസംഗം ഇല്ലാതാക്കണം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഗോകുലം ഗോപാലനല്ല, ഗോകുലം ഗോപാലന്റെ വല്യേട്ടം വന്നാലും പോടാ പുല്ലേ എന്ന് പറയാനുള്ള നല്ല ചങ്കൂറ്റം എനിക്കുണ്ട്. ഞാനത് ആർജിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സ്വന്തമായി കയ്യിൽ 10 നാണയത്തൊട്ടുണ്ടെങ്കിൽ അതിവിടുത്തെ ജനങ്ങളുടെ 5 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും കഷ്ടപ്പെട്ട് കുറിവെച്ചുണ്ടാക്കിയ പാവങ്ങൾ, അവരുടെ ഭൂമി, ആ ഭൂമി എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാരിക്കൂട്ടിയിട്ടുള്ള മനുഷ്യനാണ് ഇവിടുത്തെ ഗോകുലം ഗോപാലൻ. ഈ ഗോകുലം ഗോപാലൻ കളി തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ വേട്ടയാടുന്നത്? 38 കോടി രൂപ വരുന്ന തൃശൂർ ജില്ലയിലെ ജനങ്ങളുടെ ഭൂമി കുറിക്കമ്പനി നടത്തി അവന്റെ മുഴുവൻ ഭൂമിയും സ്വന്തമാക്കിയെടുത്ത് അവരെ പാപ്പരാക്കി ഇന്ന് ദുബായിൽ നിന്ന് വരെ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ആ പണം മുഴുവൻ വാരിക്കൂട്ടിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെതിരായിട്ട് ഞാൻ കേരളത്തിൽ തൃശൂരിൽ 2 സമരങ്ങൾ ഞാൻ നടത്തുമെന്ന് പറഞ്ഞു. നടത്തിയില്ല, നടത്തേണ്ടി വന്നില്ല. ആ 2 സമരങ്ങൾ ഞാൻ നടത്തണമെന്ന് പറഞ്ഞപ്പോ ആ പാവപ്പെട്ട ഭൂമി നഷ്ടപ്പെട്ടവർ പോലും പറഞ്ഞത് മനുഷ്യത്വമില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ ഗോകുലം ഗോപാലൻ. ആ ഗോകുലം ഗോപാലനെതിരായിട്ട് ഒരു പ്രവർത്തനവും ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ട് കാര്യമില്ല എന്നാണ്. ഞാൻ റെഡിയായിരുന്നു. ഞാൻ അതിന്റെ പേരിൽ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കേരളത്തിൽ നിലനിൽക്കുന്ന പലിശ ഗവൺമെന്റ് തീരുമാനിച്ച പലിശയല്ലാതെ കൊള്ളപ്പലിശ വാങ്ങാനാണ് തീരുമാനമെങ്കിൽ ഏത് വലിയ കസേരയിലാണ് താങ്കൾ ഇരിക്കുന്നതെന്നും നമ്മൾ നോക്കില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം തൃശ്ശൂരിൽ നടന്നത്. അത് കഴിഞ്ഞപ്പോ അതേ ഗോകുലം ഗോപാലൻ പറയുകയാണ്, ശോഭയെ എനിക്ക് വളരെ സ്നേഹമാണ്, ശോഭയോട് എനിക്ക് വളരെ താല്പര്യമാണ്. അങ്ങനെ താല്പര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇല്ലാത്ത ഒരു വ്യാജ വാർത്ത എനിക്കെതിരെ കരിമണൽ കർത്തയുടെ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ പിന്മാറില്ല എന്ന് തീരുമാനമെടുത്തപ്പോ എനിക്കെതിരെ എന്തിനാണ് ഒരു വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിച്ചത്? ആ വ്യാജ വാർത്ത സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ ഗോകുലം ഗോപാലനെ ഞാൻ ഫോണിൽ വിളിച്ചു. ഞാൻ ഗോകുലം ഗോപാലനോട് പറഞ്ഞു, ഇതില്ലാത്ത വാർത്തയാണ്. ഈ ജില്ലാ കമ്മിറ്റിക്കെതിരെ ശോഭാ സുരേന്ദ്രൻ അഖിലേന്ത്യാ നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടില്ല എന്നുള്ള വാർത്ത മനസ്സിലാക്കിക്കൊണ്ട്, ശോഭാ സുരേന്ദ്രന്റെ സ്നേഹമാണെങ്കിൽ ആ വാർത്ത എടുത്തു കളയണ്ടേ? ആ വാർത്ത എടുത്തു കളഞ്ഞുകൊണ്ട് ഇത് തെറ്റ് പറ്റിപ്പോയി എന്ന് രഹസ്യമായിട്ടെങ്കിലും പറയണ്ടേ? പറഞ്ഞില്ലല്ലോ. അത് കഴിഞ്ഞ് ആ വാർത്ത രാത്രി വരെ ഓടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഒരു ഭാഗത്ത് കരിമണൽ കർത്തയ്ക്ക് വേദനിച്ചാൽ ഗോകുലം ഗോപാലിന് വേദനിക്കും, വേറെ ചിലർക്ക് വേദനിച്ചാൽ ഗോകുലം ഗോപാലിന് വേദനിക്കും. KC വേണുഗോപാലിനും കരിമണൽ കർത്തയ്ക്കും രാജസ്ഥാനിലെ ശിശ്രാ മോലയ്ക്കും കേരളത്തിലെ സെക്രട്ടേറിയറ്റുകൾക്കകത്തുനിന്ന് ഫയലുകൾ മുക്കിക്കൊടുക്കുന്ന IAS ഓഫീസർ ടിക്കാറാം മീണയ്ക്കും വേദനിച്ചാൽ ഇവർക്കെല്ലാവർക്കും വേദനിക്കും. പിണറായി വിജയന്റെ മകളുടെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ദേശീയ ഏജൻസിയെ കൊണ്ട് അന്വേഷണത്തിന്റെ ഘട്ടത്തിലെത്തിച്ച അതിൽ പങ്കാളിത്തം വഹിച്ച ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. പിണറായി വിജയന്റെ മകന്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാബുവിന്റെ ക്യാമറ വെച്ച കേസ് അത് ദേശീയ ഏജൻസി മുൻപാകെ എത്തിച്ച ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. ആ ക്യാമറ കേസിൽ 2 പേർ ഞങ്ങൾ ടെൻഡർ എടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ജെയിംസ് പാലമറ്റത്തിനെയും അൽഹിന്ദ് കമ്പനിയെയും നേരിൽ പോയി കണ്ട് രേഖകൾ കൈപ്പറ്റിയിട്ടുള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. എന്നാൽ അവര് പറയുന്നത് എന്താണ്? അവർക്ക് ഭീഷണിയുണ്ട്, അവരെ ജീവിക്കാൻ അനുവദിക്കില്ല. ഇപ്പോൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ് EP ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിച്ച് 90% കഴിഞ്ഞപ്പോ എന്തേ ഭയപ്പെട്ട് പിന്മാറിയത്? ജയരാജൻ അറിയാം, ഭീഷണി വന്നത് ചില്ലറ ഭീഷണി ആയിരിക്കില്ല. സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും കൊട്ടേഷൻ കൊടുക്കാൻ മടിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ, ആ സംഘടനയെ ഭയപ്പെട്ടതുകൊണ്ടാണ് ജയരാജൻ ഒളിച്ചോട്ടം നടത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇന്നും നാളെയുമൊക്കെയായിട്ട് എനിക്ക് മുഴുവൻ ആളുകളിലേക്കും ഇറങ്ങേണ്ടതുണ്ട്. ആ പ്രവർത്തനവുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്,
ഇടയിൽ ഏതെങ്കിലും വിലയില്ലാത്തവന്മാർ വന്ന് പത്രസമ്മേളനം നടത്തുമ്പോൾ നിങ്ങൾ ഇത്ര സെൻസേഷൻ കൊടുത്ത് ആ വാർത്ത കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഈ നന്ദകുമാർ തീർച്ചയായിട്ടും കൊടുക്കേണ്ടത് കോടതിയിലാണ് കേസ് കൊടുക്കേണ്ടത്. ഏതോ ഒരു കത്ത് പൊക്കി പിടിച്ച് കാണിക്കുകയാണ്. ആ കത്തിന്റെ ആധികാരികത മാധ്യമ സുഹൃത്തുക്കൾക്ക് പരിശോധിക്കാനുള്ള അവകാശമില്ലേ? ആ കത്തിന്റെ ആധികാരികത പരിശോധിക്കാതെ ഇത്തരമൊരു വാർത്ത അത് ജനങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ ഞാൻ ചെയ്ത തെറ്റെന്താണ്? കേരളത്തിൽ ഞാൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് മാത്യു കുഴൽനാടനെ പോലെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദം അത് കത്തിപ്പടർത്തുക, ഞാൻ കരിമണൽ കർത്തയ്ക്കെതിരാണ് എന്ന് പറയുക, കരിമണൽ കർത്തയുമായിട്ട് കൂട്ടുള്ള KC വേണുഗോപാലിന് വേണ്ടി കോടതിയിലേക്ക് കോട്ടിട്ട് വരാൻ ശ്രമിക്കുക. ഇതെല്ലാം ചെയ്യുന്നവർക്ക് ഇവിടെ നല്ല രീതിയിൽ കേരളത്തിൽ ജീവിക്കാം. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടത്തെ വലിയ മുതലാളിമാരാണ് എന്നറിഞ്ഞിട്ടും വേണ്ടി വന്നാൽ കൊല ചെയ്യപ്പെടാൻ വരെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാലും ഇതിനെ അവഗണിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സ്ത്രീക്കെതിരെ 1 കൊല്ലം മുമ്പ് നടന്ന അയാൾ തന്നെ പറയുകയാണ്, ഞാൻ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ കണ്ടത് എന്ന് പറയുന്ന വ്യക്തി പറയുന്ന മറ്റു കാര്യങ്ങൾ യാതൊരു മടിയുമില്ലാതെ കൊടുത്ത് നിങ്ങൾ വാർത്തയാക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, നിങ്ങളുടെ വീടുകൾക്കകത്തും അമ്മമാരുണ്ട്, നിങ്ങളുടെ വീടുകൾക്കകത്തും സഹോദരിമാരുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് നന്നായിരിക്കും എന്നുകൂടി എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഗതികേടെന്ന് പറയട്ടെ, മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളെ സംബന്ധിച്ച് ഇന്നൊരു ചാനലിൽ, വേറൊരു ദിവസം അടുത്ത ചാനലിൽ, കാരണം ജോലിയാണല്ലോ. അപ്പൊ ആ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരാളെയും വേദനിപ്പിക്കണം എന്ന് എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ആദ്യം വന്നിറങ്ങിയ ദിവസം പറഞ്ഞിരുന്നു, KC വേണുഗോപാലിന്റെയും കരിമണൽ കർത്തയുടെയും ഗോകുലം ഗോപാലന്റെ പേര് ഞാൻ പറഞ്ഞിരുന്നില്ല. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, പേര് പറയാതെ തന്നെയാണ് ഞാൻ പരാമർശിച്ചത്. കാരണം എനിക്ക് അങ്ങേയറ്റം മാധ്യമങ്ങളോട് ബഹുമാനം കൂടിയുള്ള ഒരു പൊതുപ്രവർത്തകയാണ്. അത് എല്ലാ സമയത്തും ഒരു മാധ്യമ പ്രവർത്തക വേട്ടയാടപ്പെട്ടപ്പോ ഈ സമൂഹത്തിൽ ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തെ അന്യായമായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മാനസികമായിട്ട് വേദനിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം മറ്റേതൊരു രാഷ്ട്രീയ നേതാവിനേക്കാളും മുൻപിൽ നിങ്ങളുടെ കൂടെ നിന്ന നിങ്ങളുടെ സഹോദരിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത്, എനിക്കെതിരെ നടത്തിയിട്ടുള്ള ഈ വിഷയത്തിൽ നന്ദകുമാറിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ കേരള പോലീസ് തയ്യാറാകണം എന്നാവശ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പത്രസമ്മേളനം ഇവിടെ നടത്തിയിട്ടുള്ളത്.